റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ SDPI വോട്ട് സ്വാഗതം ചെയ്ത് LDF സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും അവർക്ക് കഴിവുണ്ട്. അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. LDF അനുകൂലമായി മാത്രമേ SDPIക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവരൊക്കെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും ചിന്തിക്കാനും വിലയിരുത്താനും കഴിയുന്നവരാണ് അവർ എന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഈ കാര്യങ്ങൾ പരിചിതം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് അനുകൂലമായി മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. മറ്റു സംവിധാനങ്ങളെല്ലാം മറ്റു ചിന്തകളും രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ അവർക്കെതിരായിട്ട് നീങ്ങുന്ന ശക്തികൾക്ക് മുൻതൂക്കമുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമേ അവർക്കും സ്വീകാര്യമായ നിലയിലുള്ള ഒരു ഭരണക്രമീകരണങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതേസമയം കണ്ണൂരിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. SDPIക്ക് കണ്ണൂരിൽ 5000-ഓളം വോട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ 1745 വോട്ടിനാണ് LDF ജയിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും എന്നുള്ളതാണോ ഇന്നിപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്തൊക്കെയാണ്? ശ്രുതി, SDPIയുടെ വോട്ട് പരസ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. നമുക്കറിയാം, ജില്ലയിൽ SDPIക്ക് കാര്യമാത്രമായ സ്വാധീനമുള്ള വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. ഇത്തവണ അവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 3000-അടുത്ത് വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ ഏതാണ്ട് 5000-അടുത്ത് വോട്ട് അവർക്കുണ്ട് എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. മാത്രമല്ല, ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മോശമല്ലാത്ത തരക്കേടില്ലാത്ത പ്രകടനം SDPI കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കുറി ആർക്കാണ് ഈ SDPIയുടെ വോട്ടുകൾ പോവുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും എന്നുള്ളതാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള കഴിവ് അത് SDPIക്കുണ്ട്. എല്ലാ സംവിധാനങ്ങളും SDPIക്ക് എതിർ നിൽക്കുമ്പോഴും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിനാൽ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാത്രമേ SDPI ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അതായത്, കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം, ഒരു CPM SDPI ഡീൽ പലയിടങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും SDPI സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്നുള്ളതായിരുന്നു UDFന്റെ ആരോപണം. ആ ആരോപണം ഒന്നുകൂടി ബലപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്നത്. ഇവിടെ ഈ വോട്ടുകൾ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 1745 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നത്. അതിനാൽ തന്നെ ഇക്കുറി ഈ വോട്ടുകൾ 5000-ഓളം വോട്ടുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി അത് ഏത് മുന്നണിക്കാണ് പോവുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അതിനാൽ തന്നെയാണ് ഈ രീതിയിൽ SDPIയെ ചേർത്തു നിർത്തുന്ന ഒരു പ്രതികരണം അത് LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ ഈ വോട്ടുകളെ സ്വാഗതം ചെയ്യുകയാണ്, SDPIയുടെ പിന്തുണ തേടുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് SDPIയും ആ നിലയിലുള്ള ഒരു നിലപാടിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത്, മണ്ഡലത്തിൽ ഉൾപ്പെടെ LDFന് അനുകൂലമായ ഒരു പിന്തുണ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലപാട് തന്നെയായിരിക്കും SDPI സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പിന്തുണ തേടിയുള്ള ഒരു പരസ്യ പ്രതികരണമാണ് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഓക്കെ, എന്തായാലും SDPIയുടെ പിന്തുണ അത് ആർക്ക് എന്നുള്ളത് അതിൽ ഇടതുമുന്നണിക്കാണ് എന്നുള്ള ചർച്ചകൾക്കിടെയാണ് ഈ SDPIയുമായി സഹകരണവും ഇക്കാര്യത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം വരുന്നത്. അത് സ്വാഗതം ചെയ്തുകൊണ്ട് LDF സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നത്.